ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എജ്യുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റായ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന പാഠമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അവിടെയുള്ള ബെല്ലേക്കും പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താ മക്കളെ ചാപ്റ്റർ പേര്? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് അല്ലേ? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് അതെന്താണ്? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് അത് വാഹനങ്ങളുടെ ഹോണടി ശബ്ദം പോലെയുണ്ടല്ലേ. നമ്മൾ പിപ്പി എന്നൊക്കെ പറയുന്നത് പോലെ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് അല്ലേ. ഇനി നോക്കൂ, അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? 2 വണ്ടികളുണ്ടല്ലേ. ഏതൊക്കെയാ വണ്ടികളാ മക്കളെ? ഒരു ബസ്സുമുണ്ട്, ഒരു കാറുമുണ്ടല്ലേ. എന്താണ് ബസ്സിന്റെ നിറം? യെസ്, ഇറ്റ്സ് ബ്ലൂ അല്ലേ. അത് ബ്ലൂ കളറാണ്, നീല കളറാണ് അല്ലേ. അതുപോലെ തന്നെ കാറിന്റെ നിറം എന്താണ്? യെസ്, ഇറ്റ് ഈസ് റെഡ് അല്ലേ. ചുവന്ന കാറും നീല നിറത്തിലുള്ള ബസ്സും. അവരുടെ കഥയാണ് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. നോക്കൂ കൂട്ടുകാരെ, ബസ് റോട്ടിലൂടെ എങ്ങോട്ടോ പോവുകയാണല്ലേ. അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ദിസ് ഈസ് എ ബസ്. ഇത് ഒരു ബസ്സാണ്. ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ് അല്ലേ. എ ബ്ലൂ ബസ്. ഏതാണ് ബസ്സിന്റെ നിറം? ബ്ലൂ. ഇറ്റ് ഈസ് ബ്ലൂ. എ ബ്ലൂ ബസ്. ഒരു നീല നിറമുള്ള ബസ്സാണ്. ദ ബസ് ഈസ് ബിഗ്. ദ ബസ് ഈസ് ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതാണല്ലേ. വലിയ വാഹനങ്ങളിൽപ്പെട്ട ഒരാളാണ് ബസ്സും അല്ലേ. മറ്റെന്തെല്ലാം വാഹനങ്ങൾ അറിയാം? വലിയ വാഹനങ്ങൾ അറിയാം മക്കൾക്ക്. JCB ഉണ്ട്, ലോറിയുണ്ട് അല്ലെ. അവയൊക്കെ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള വണ്ടികളാണ്. ഇനി എന്താ, അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താണ് ബസ്സിന്റെ നിറം? എന്ത് നിറമാണ് മക്കളെ ബസ്സിനുള്ളത്? എ ബ്ലൂ ബസ്സാണല്ലേ. അതൊരു ബ്ലൂ ബസ്സാണ്. അപ്പോൾ മക്കൾ അവിടെ ബ്ലൂ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി നോക്കൂ കൂട്ടുകാരെ, ഇനി എന്താ മക്കൾ കാണുന്നത്? അവിടെ ഒരു കാറുണ്ടല്ലേ. എന്താണ് കാറിന്റെ നിറം? ചുവന്ന കാറാണല്ലേ. അവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ദിസ് ഈസ് എ കാർ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതൊരു കാറാണ്. ദിസ് ഈസ് എ കാർ. എ റെഡ് കാർ. ഏതാ കാറിന്റെ നിറം? റെഡ്, ചുവപ്പ്. എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. ദ കാർ ഈസ് സ്മോൾ. സ്മോൾ എന്ന് വെച്ചാൽ ചെറുത്. കാറ് ചെറുതാണ് അല്ലേ. ബസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാറ് ചെറുതാണ്. ചെറിയ വാഹനങ്ങൾ മറ്റെന്തെല്ലാം മക്കൾക്കറിയാം? അതെ, ബൈക്കുണ്ട്, സൈക്കിളുണ്ട് അല്ലേ. അവയെല്ലാം ചെറിയ വാഹനങ്ങളാണ്. ഇനി അതിന് താഴെയായിട്ട് നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? എന്താണ് കാറിന്റെ നിറം? നമ്മൾ ബസ്സിന്റെ നിറം പഠിച്ചു അല്ലേ. എന്തായിരുന്നു മക്കളെ ബസ്സിന്റെ നിറം? ഒരു ബ്ലൂ ബസ്സായിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മളോട് എന്താ ചോദിക്കുന്നത്? എന്താണ് കാറിന്റെ നിറം? എന്താണ് മക്കളെ കാറിന്റെ നിറം? എ റെഡ് കാർ അല്ലേ. ചുവന്ന നിറമാണ് കാറിന്. അപ്പോൾ മക്കൾ അവിടെ റെഡ് എന്ന് എഴുതുക. ഇനി എന്താ, ബസ് വേഗത്തിൽ റോട്ടിലൂടെ ഇങ്ങനെ പോവുകയാണല്ലേ. എന്താ ബസ് പറയുന്നത്? ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഞാൻ ബസ്സാണ്. ഞാനൊരു ബസ്സാണ്. ഹോങ് ഹോങ് ബസ്. ഹോങ് ഹോങ് ബസ്. ബസ്സിന്റെ പേരെന്താ? ഹോങ് ഹോങ് അല്ലേ. ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. അതിന് താഴെ നോക്കൂ. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ബ്ലൂ ബസ് റോഡിലൂടെ പോകുന്നു. ഓക്കെ. ഇനി അതിന് താഴെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വേർ ഈസ് ദ ബസ് ഗോയിങ്? ബസ് എവിടെയാണ് മക്കളെ പോകുന്നത്? ബസ് ഈസ് ഓൺ ദ റോഡ്. ബസ് റോഡിലൂടെയാണ് പോകുന്നത് അല്ലേ. ഇനി നോക്കൂ മക്കളെ, നമ്മുടെ റെഡ് കാർ എന്താ പറയുന്നത്? ഐ ആം എ കാർ. ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. ഐ ആം എ കാർ. ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. ഞാനൊരു കാറാണ്. ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് കാറാണ് അല്ലേ. ബസ് എന്തായിരുന്നു? ഹോങ് ഹോങ് ബസ്സായിരുന്നു. കാറോ? ടൂട്ട് ടൂട്ട് കാർ അല്ലേ. ഇനി അതിന് താഴെ നോക്കൂ,
The red car is on the road. റെഡ് കാർ എവിടെയാണ്? റോഡിലാണല്ലേ. നമ്മുടെ ബസ്സും റോഡിലാണ്, അതുപോലെ തന്നെ റെഡ് കാറും റോഡിലാണ്. ഇനി അതിന് താഴെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ? വേർ ഈസ് ദ കാർ ഗോയിങ്? കാർ എവിടെയാണ് മക്കളെ പോകുന്നത്? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. കാറും റോഡിലൂടെ കൂടെ തന്നെയാണ് പോകുന്നത്. ഇനി അടുത്തത് നോക്കൂ. നമ്മുടെ ബ്ലൂ ബസ്സാണല്ലേ. ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. എന്താ പറയുന്നത്? ഐ ഹാവ് എ ഹോൺ. എനിക്ക് ഒരു ഹോണുണ്ട്. എങ്ങനെയുള്ള ഹോണാണ്? ഹോങ് ഹോങ് ഹോൺ. ഹോങ് ഹോങ് എന്നാണ് ഹോൺ ശബ്ദം ഉണ്ടാക്കുക. ഓക്കെ, എനിക്കൊരു ഹോണുണ്ട്. ഹോങ് ഹോങ് ഹോൺ. അതിന് താഴെ നോക്കൂ. ദ ബസ് ഹാസ് എ ഹോൺ, ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. ബസ്സിനൊരു ഹോണുണ്ട്, അത് ഹോങ് ഹോങ് എന്നാണ് ശബ്ദമുണ്ടാക്കുക. മനസ്സിലായില്ലേ? ഇനി അതിന് താഴെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? എന്താ ചോദിക്കുന്നത്? ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഒരു ഹോൺ മാത്രമാണോ ഉള്ളത്? ആണോ മക്കളെ? അല്ലല്ലേ, ബസ്സിന് മറ്റു പല ഭാഗങ്ങളുമുണ്ട്. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. മറ്റു പാർട്സുകൾ, മറ്റു ഭാഗങ്ങളുടെ പേരെഴുതുവാനാണ് നമ്മളോട് പറയുന്നത്. എന്തൊക്കെ ഭാഗങ്ങളുണ്ട് മക്കളെ ബസ്സിന്? ബസ്സിന് ചക്രങ്ങളുണ്ടല്ലേ. ചക്രത്തിന് എന്താ മക്കളെ ഇംഗ്ലീഷിൽ പറയാം? വീൽസ്. എന്താണ് പറയാ? വീൽസ്. വീൽസ് ഉണ്ട്. പിന്നെയോ വാതിലുണ്ടല്ലേ. നമ്മൾ വാതിൽ തുറന്നിട്ടല്ലേ ബസ്സിനകത്തേ കയറുക. അപ്പോൾ എന്താണ് വാതിലിന് ഇംഗ്ലീഷിൽ പറയാ? ഡോർ അല്ലേ. അപ്പോൾ നമ്മൾ ഡോർ എന്ന് എഴുതണം, വീൽസ് എന്ന് എഴുതണം. പിന്നെ എന്തൊക്കെയുണ്ട്? മോട്ടർ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് മോട്ടോർ എന്ന് എഴുതാം. വൈപ്പർ ഉണ്ടല്ലേ. മക്കൾ കണ്ടിട്ടില്ലേ മഴ പെയ്യുമ്പോൾ ഗ്ലാസ്സിന് മുന്നിലേക്ക് വരുന്ന വെള്ളത്തുള്ളികൾ മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? സ്വിഷ് 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 എന്ന് പറഞ്ഞാണ്ട് ശബ്ദം ഉണ്ടാക്കുമല്ലേ ആ വൈപ്പേഴ്സ്. പിന്നെ മറ്റെന്തൊക്കെയാ പാർട്സുകളുണ്ട് ഒരു ബസ്സിന് മക്കളെ? വിൻഡോസ് ഉണ്ടല്ലേ. ജനവാതിലുകൾ കണ്ടിട്ടില്ലേ സൈഡ് സീറ്റില്? പിന്നെയും ഒരുപാട് പാർട്സുകൾ ഉണ്ടല്ലേ ബസ്സിന്. മക്കൾക്ക് അറിയുന്ന പാർട്സ് കൂടി കൂട്ടിച്ചേർത്ത് എഴുതണം. ഇനി നോക്കൂ, ടൂട്ട് ടൂട്ട് കാർ എന്താ പറയുന്നേ? ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് വൈറ്റ് ലൈറ്റ്സ്. എന്താണ് കാറ് പറയുന്നത്? എനിക്ക് ലൈറ്റ്സുകളുണ്ട്. എങ്ങനത്തെ ലൈറ്റ്സ് ആണ്? വൈറ്റ് വൈറ്റ് ലൈറ്റ്സ്. വെളുത്ത ലൈറ്റ്സുകളാണല്ലേ. അതിന് താഴെ നോക്കൂ. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ്. കാറിന് 2 ലൈറ്റ്സുകൾ ഉണ്ട്. കാറിന് എത്ര ലൈറ്റ്സുകൾ ഉണ്ട്? 2 ലൈറ്റ്സുകൾ ഉണ്ടല്ലേ. മുമ്പില് നോക്ക്. ദേ ആർ വൈറ്റ്. അവരുടെ കളർ എന്താണ്? വൈറ്റ്. അതെ, വെളുത്ത നിറമാണ്. ഇനി അതിന് താഴെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. എന്താണ് ആ ക്വസ്റ്റ്യൻ? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ദ കാർ ഹാസ് മെനി പാർട്സ്. കാറിനും ഒരുപാട് പാർട്സുകൾ ഉണ്ടല്ലേ. ക്യാൻ യു നെയിം ദം? നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം പേര് പറയാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ബസ്സിന്റെ പാർട്സ് എല്ലാം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കാറിനും ഒത്തിരി പാർട്സുകൾ ഉണ്ട്. ഏറെക്കുറെ സെയിം പാർട്സുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ കാറിന്റെ പാർട്സുകളും എഴുതാം. കാറിന് എന്തൊക്കെ ഉണ്ടാകും? ചക്രങ്ങൾ ഉണ്ടാകും അല്ലേ. ചക്രത്തിന് നമ്മൾ വീൽസ് എന്ന് എഴുതണം. അതുപോലെ തന്നെ വാതിലുകളുണ്ട്. വാതിലുകൾക്ക് നമ്മൾ ഡോർസ് എന്ന് എഴുതണം. പിന്നെയോ ടൂട്ട് ടൂട്ട് ഹോൺ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഹോൺ എഴുതണം. മോട്ടോർ ഉണ്ടല്ലേ. അപ്പോൾ മോട്ടോർ എഴുതണം. അതുപോലെ തന്നെ വൈപ്പേഴ്സ് എഴുതണം. പിന്നെ ലൈറ്റ്സുകൾ ഉണ്ട്, ലൈറ്റ്സ് എഴുതണം. പിന്നെ മക്കൾക്ക് അറിയാവുന്നത് കൂടി കൂട്ടിച്ചേർത്ത് എഴുതാം. ഓക്കെ, ഇനി നോക്കൂ, ഹോങ് ഹോങ് ബസ് എന്താ പറയുന്നേ? ഐ റൺ ഫാസ്റ്റ്. ഞാനാണ് വേഗതയിൽ ഓടുന്നത് അല്ലേ. ബസ് നല്ല വേഗത്തോടു കൂടി ഓടുകയാണ്. ഇനി ടൂട്ട് ടൂട്ട് കാർ എന്താ പറയുന്നത് നോക്കിയാലോ. കാർ എന്താ പറയുന്നേ? മീ ടു. ഞാനും വേഗത്തിൽ തന്നെ ഓടുന്നു അല്ലേ. ഹേയ്, അതാരാ പറയുന്നേ? അവിടെ കുറെ ആളുകളുണ്ടല്ലേ. കിളികളുണ്ട്, എലികളുണ്ട്, കോഴിയുണ്ട്, പിന്നെ അതുപോലെ ട്രാഫിക് ഓഫീസർ ഉണ്ട് അല്ലേ. ഇനി അതിന് താഴെ നോക്കൂ. ദ ബസ് റൺ ഫാസ്റ്റ്. ബസ് വേഗത്തിലാണല്ലേ ഓടുന്നത്. ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും ഫാസ്റ്റിലാണ് ഓടുന്നത്. അതിന് താഴെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ.
ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. കാറും ബസ്സും വേഗത്തിലാണ് ഓടുന്നത്. ഈസ് ഇറ്റ് ഗുഡ്? അത് നല്ലതാണോ? നല്ലതാണോ മക്കളെ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്നത്? ഒരിക്കലും നല്ലതല്ലല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നോ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് എഴുതി ചേർക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വേഗത്തിൽ ബസ്സും കാറും ഓടിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മക്കൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവിടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്